നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ വിദ്യാർത്ഥിനികളുടെ SSLC പരീക്ഷാ ഫലം അറിയുന്ന ദിവസമാണ് ഇന്ന്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും അറിയും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പരീക്ഷാഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമെല്ലാം മക്കളുടെ അതല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഉന്നത പഠനത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാമിന്റെ വീക്ഷണം എന്താണെന്ന് ലളിതമായി വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുത്ബ പ്രയോജനപ്പെടുത്തുന്നത്. പ്രാഥമികമായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മക്കളെല്ലാം എല്ലാ വിഷയങ്ങളിലും A+ നേടണമെന്നും മുന്നിൽ നിൽക്കുന്നവരിൽ തന്നെ അവരുണ്ടാവണമെന്നുമാണ് ഓരോ രക്ഷിതാവും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഏതെങ്കിലും ഒരു A+ കുറഞ്ഞു പോയതുകൊണ്ടോ അതല്ലെങ്കിൽ 2-3 വിഷയങ്ങളിൽ B ആയതുകൊണ്ടോ B+ ആയതുകൊണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ഭാവി പരാജയപ്പെട്ടു പോയി എന്നാരും ധരിക്കാൻ പാടില്ല. കാരണം കുഞ്ഞുങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് വിവിധ മേഖലകളിലാണ്. അവരുടെ അഭിരുചി ഏതെല്ലാം വിഷയങ്ങളിലാണ് എന്നത് മാത്രമാണ് ഈ SSLC +2 പരീക്ഷാ ഫലമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് കുഞ്ഞുങ്ങളെ മാനസികമായി ഈ പരീക്ഷാ ഫലം പറഞ്ഞുകൊണ്ട് തളർത്താനോ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് ചിത്രീകരിക്കാനോ രക്ഷിതാക്കൾ ആ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല. അധ്യാപകരും അതുപോലെ തന്നെ പൊതുസമൂഹവും ആ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല. നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെല്ലാം മിടുക്കന്മാരാണെന്നുള്ള പൊതുവായ നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാഹു തആല നമ്മുടെ വിദ്യാർത്ഥിനികളെ ഉന്നതങ്ങളിൽ എത്തിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പഠനത്തിന്, വായനയ്ക്ക്, വിദ്യാഭ്യാസത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകിയ ദർശനമാണ് ഇസ്ലാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഖുർആനിക വചനങ്ങൾ ആദ്യമായിട്ട് അവതീർണമാവുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സൂറത്തുൽ അലഖിലെ ആദ്യ വചനങ്ങളായിട്ടാണ്. വായിക്കാനാണ് ആഹ്വാനം ചെയ്യുന്നത്. യഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ രക്തപിണ്ഡത്തിൽ നിന്ന് പടച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് അത്യുദാരനാണ്. പേന കൊണ്ട് പഠിപ്പിച്ചവനായ നാഥൻ, മനുഷ്യൻ അജ്ഞാതമായ കാര്യങ്ങൾ പഠിപ്പിച്ച നാഥൻ, മനുഷ്യൻ അജ്ഞാതമായ കാര്യങ്ങൾ പഠിപ്പിച്ച, പേന കൊണ്ട് പഠിപ്പിച്ച, മനുഷ്യനെ രക്തപിണ്ഡത്തിൽ നിന്ന് പടച്ച, നിന്നെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞ അവതീർണമായ ഗ്രന്ഥം. വായിക്കാൻ അറിഞ്ഞുകൂടാത്ത നമുക്കൊക്കെ അറിയാവുന്നത് പോലെ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനോടാണ് വായിക്കുക എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ആ വായന കൊണ്ട് കേവല അക്ഷരവായന മാത്രമല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് ഈ പ്രപഞ്ചത്തെ വായിക്കാനാണ് പറയുന്നത്. അതുകൊണ്ടാണ് മലക്കൊന്നുകൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രവാചകനോട് വായിക്കുക എന്ന് വീണ്ടും വീണ്ടും പറയുന്നത്. പ്രപഞ്ചത്തെ വായിച്ചുകൊണ്ട് സൃഷ്ടാവായ നാഥനിലേക്ക് എത്തിപ്പെടുക എന്നുള്ള വലിയ സന്ദേശവുമായിട്ടാണ് ഖുർആനിലെ ആദ്യ വചനങ്ങൾ അവതീർണമാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ വായിച്ചപ്പോഴാണ് പ്രാകൃതരായ ഒരു ജനസമൂഹം പേന കൊണ്ട് എഴുത്തു പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ വായിച്ചപ്പോ അവർ ലോകത്തിന്റെ ജേതാക്കളും നാഗരികതയുടെ സംസ്കാരങ്ങളുടെ നായകന്മാരുമായി മാറി എന്നുള്ളതാണ്.
ഇന്നലകളിൽ ആടിന്റെയും ഒട്ടകത്തിന്റെയും പിന്നാലെ പാഞ്ഞിരുന്ന ഒരു ജനത, ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടി പതിറ്റാണ്ടുകളോളം പടയോട്ടം നടത്തിയിരുന്ന ഒരു ജനത, വായനയിലൂടെ അവർ പരിഷ്കൃതരായി മാറി എന്നുള്ളതാണ്. വായനയിലൂടെ അവർ സംസ്കാരം സിദ്ധിച്ചവരായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് വായിക്കുക എന്ന് പറയുന്ന ഖുർആനിന്റെ കൽപ്പന എന്നും അന്വർത്ഥമാണ്. എന്താണ് വായിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയേ ഉള്ളൂ: നാഥന്റെ നാമത്തിൽ വായിക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം വായിക്കുക. ബിസ്മി ചൊല്ലിക്കൊണ്ട് വായിക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം വായിക്കുക. വിജ്ഞാനത്തിന് അത്ര വലിയ പ്രാധാന്യമാണ് ഇസ്ലാം നൽകുന്നത്. യസീറുൽ ഫിഖ്ഹി ഖൈറു മിൻ കസീറിൽ ഇബാദ. കുറച്ച് കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് ധാരാളം നേരം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ്. ധാരാളം നേരം അള്ളാഹുവിനെ ആരാധിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അങ്ങനെ എത്രയോ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅല്ലമുൽ ഇൽമ്, നിങ്ങൾ വിജ്ഞാനം നുകരണേ, പഠിക്കണേ. ഫഇന്ന തഅലീമഹു ലില്ലാഹി ഖശിയ. നിശ്ചയം പഠിക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിന് വേണ്ടിയുള്ള ഭയപ്പെടലാണ്. പഠിച്ചവൻ അള്ളാഹിനെ ഭയപ്പെടും. പഠിക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിന് വേണ്ടിയുള്ള ഭയപ്പെടലാണ്. വത്വലബഹു ഇബാദ, വിജ്ഞാനം അന്വേഷിക്കൽ ഇബാദത്താണ്, ആരാധനയാണ്. വമുദാക്കറതുഹു തസ്ബീഹ്, റഫറൻസ് അതല്ലെങ്കിൽ അവലംബിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള പ്രകീർത്തനമാണ്. വൽ ബഹ്സ അൻഹു ജിഹാദ്, വിജ്ഞാനത്തിൽ ഗവേഷണം നടത്തുക എന്ന് പറയുന്നത് ധർമ്മസമരമാണ്. വതഅലീമഹു ലിമൻ ലാ യഅലമുഹു സദഖ, അറിയാത്ത ആളുകൾക്ക് അറിവ് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ദാനധർമ്മമാണ്. അങ്ങനെയെല്ലാമാണ് ഹദീസുകളിൽ വിജ്ഞാനത്തിന്റെ മഹത്വം പറഞ്ഞിട്ടുള്ളത്. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ ഫലാ തകുൻ ഖാമിസ, നീ അറിവുള്ള പണ്ഡിതനാവുക, അതല്ലെങ്കിൽ വിദ്യാർത്ഥിയാവുക, അതല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ ശ്രോതാവുക, അതല്ലെങ്കിൽ വിജ്ഞാനത്തെ സ്നേഹിക്കുന്നവനാവുക. അഞ്ചാമത്തെ ഒരാളായിട്ട് നീ മാറാൻ പാടില്ല. വിജ്ഞാനത്തോടൊരു ബന്ധവുമില്ലാത്ത ഒരു മനുഷ്യനായി നീ മാറാൻ പാടില്ല. ഒന്നുകിൽ ഒരു പണ്ഡിതൻ, അതല്ലെങ്കിൽ വിദ്യാർത്ഥി, അതല്ലെങ്കിൽ ശ്രോതാവ്, അതല്ലെങ്കിൽ വിജ്ഞാന സ്നേഹി. അഞ്ചാമത്തെ ഒരു നിലപാട് നിനക്കുണ്ടാവാൻ പാടില്ല. അപ്പൊ വിജ്ഞാനം എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചിന്തിക്കും അത് ദൈവശാസ്ത്രപരമായ വിജ്ഞാനം, അതല്ലെങ്കിൽ കർമ്മശാസ്ത്രപരമായ വിജ്ഞാനം, അതല്ലെങ്കിൽ മതപരം എന്ന വൃത്തത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന വിജ്ഞാനത്തെ സംബന്ധിച്ചാണ് ഇസ്ലാം അറിവ് എന്ന് പറയുന്നത്. അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും അറിവാണ്. ഞാൻ പറഞ്ഞല്ലോ, ബിസ്മി ചൊല്ലി പഠിക്കാൻ കഴിയുന്ന, വായിക്കാൻ കഴിയുന്ന, അന്വേഷിക്കാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും അറിവാണ്. എല്ലാ ജ്ഞാനങ്ങളുടെയും സ്രോതസ് പ്രവാചകന്മാരാണ് എന്നതാണ് ഖുർആനികവാദം. അതാണ് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിൽ അല്ലാഹു പറയുന്നത്, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ആദമിനെ എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളുടെയും നാമങ്ങൾ, പേരുകൾ ആദാമിനെ പഠിപ്പിച്ചു എന്നാണ്. എല്ലാ അറിവുകളും വളർന്നതും വികസിച്ചതും അത് പ്രവാചകന്മാരിലൂടെയാണ്. ലോകത്തെ ഒന്നാമത്തെ കർഷകൻ, കൃഷി എന്ന് പറയുന്ന ഒരു വിജ്ഞാനമാണ്, അഗ്രികൾച്ചർ, കാർഷിക വിജ്ഞാനം. ലോകത്തിലെ ഒന്നാമത്തെ കർഷകൻ ആദം അലൈഹിസ്സലാമാണ്. തച്ചുശാസ്ത്രത്തിൽ ലോകത്ത് ആദ്യമായി വൈദഗ്ധ്യം നേടിയത് നൂഹ് നബി അലൈഹിസ്സലാമാണ്. ഇരുമ്പിന്റെയും ഉരുക്കിന്റെയും ഉപയോഗം ലോകത്തെ ആദ്യമായി പഠിപ്പിച്ചത് ദാവൂദ് നബി അലൈഹിസ്സലാമാണ്. അതാണ് അറിവെന്ന് പറയുന്നത്. എല്ലാ മേഖലയിലും അറിവുള്ള ആളുകൾ ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് എന്ന ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി അടക്കമുള്ള പണ്ഡിതന്മാരെ പറയുന്നുണ്ട്. ഇമാം ഗസാലി തന്റെ യഹ്യായിൽ പറയുന്ന ഒരു ഉദ്ധരണി പ്രകാരമാണ്, ഫലാ യതഅജ്ജബ് മിൻ ഖൗലിനാ, നാം പറയുന്നത് കേട്ട് നിങ്ങൾ ആരും അത്ഭുതപ്പെടേണ്ട. ഇമാം അവറുകൾ പറയാൻ, ഇന്ന ത്വിബ്ബ വൽ ഹിസാബ മിൻ ഫുറൂദിൽ കിഫായാത്ത്, നിശ്ചയം വൈദ്യശാസ്ത്രം, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മെഡിസിൻ, വൽ ഹിസാബ് ഗണിതശാസ്ത്രം, മാത്തമാറ്റിക്സ്, എല്ലാം മിൻ ഫുറൂദിൽ കിഫായാത്ത്, സാമൂഹ്യ ബാധ്യതകളിൽ പെട്ടതാണ്. വൈദ്യശാസ്ത്രം പഠിച്ചവരും ഗണിതശാസ്ത്രം പഠിച്ചവരുമെല്ലാം സമൂഹത്തിൽ ഉണ്ടായിരിക്കൽ നിർബന്ധമാണെന്നർത്ഥം. ഫഇന്ന ഉസൂല സിനാഅത്തി അയ്ളൻ മിൻ ഫുറൂദിൽ കിഫായാത്ത്, നിശ്ചയം വ്യവസായത്തിന്റെ അടിസ്ഥാനങ്ങൾ
കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നതും അതും സാമൂഹ്യ ബാധ്യതകളിൽപ്പെട്ടതാണ്. കൽഫല്ലാഹ, കാർഷിക വൃത്തി പഠിക്കുക, വൽ ഹിയാക, അതുപോലെ തന്നെ നെയ്ത്ത് പഠിക്കുക, വസിയാസ, അതുപോലെ രാഷ്ട്രതന്ത്രം പഠിക്കുക, വൽ ഹിജാമ, ഹിജാമ എന്ന് പറഞ്ഞാൽ കൊമ്പ് വെക്കുക എന്നാണ്. അത് പഴയ കാലത്തുള്ള ഒരു വൈദ്യശാസ്ത്ര രീതിയാണ്, അത് പഠിക്കുക. വൽ ഖിയാത്ത, അതുപോലെ തുന്നൽ പഠിക്കുക. ഇതൊക്കെ ഭൗതികമായിട്ട് മനുഷ്യൻ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം പഠിക്കുക എന്ന് പറയുന്നത് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അത് ഫർള് കിഫയിൽപ്പെട്ടതാണ്, സാമൂഹ്യ ബാധ്യതയിൽപ്പെട്ടതാണ്. സാമൂഹ്യ ബാധ്യത എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു ഉദാഹരണമായിട്ട് പറയാനുള്ളത് ജനാസ നമസ്കാരമാണ്. ഒരു ജനാസയുടെ പേരിൽ ഒരു മഹലിൽ ഒരാൾ നമസ്കരിച്ചാലും മറ്റുള്ളവരുടെ ബാധ്യത മാറിയെന്നാണ്. എല്ലാവരും നിസ്കരിക്കുകയാണെങ്കിൽ നല്ലത്, പക്ഷേ 1-2 ആളുകൾ നിസ്കരിച്ചാലും മതി, സാമൂഹ്യ ബാധ്യത തീർന്നു. 1-2 ആളുകളെങ്കിലും നിസ്കരിച്ചിരിക്കണം എന്നുള്ളതാണ്. അതാണ് സാമൂഹ്യ ബാധ്യത എന്ന് പറയുന്നത്. അതുപോലെയുള്ള സാമൂഹ്യ ബാധ്യതയാണ് ഇപ്പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുക എന്ന് ഇമാം ഗസാലി പറയാണ്. വൈദ്യശാസ്ത്രം, ഗണിതശാസ്ത്രം, അതുപോലെ വ്യവസായത്തിന്റെ അടിസ്ഥാനങ്ങൾ, കാർഷിക വൃത്തി, നെയ്ത്ത്, അതുപോലെ രാഷ്ട്രതന്ത്രം, അതുപോലെ തന്നെ കൊമ്പ് വെക്കൽ ആ കാലത്ത്, വൽ ഖിയാത്ത, അതുപോലെ തുന്നൽ, ഇതൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് അത് സാമൂഹ്യ ബാധ്യതയിൽപ്പെട്ടതാണ്. എന്നിട്ട് ഹിജാമയെ അദ്ദേഹം വിശദീകരിച്ചു. അന്നത്തെ വൈദ്യശാസ്ത്ര മേഖലയിൽ ഉണ്ടായിരുന്ന പുരോഗതിപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നതിന് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ഫഇന്നഹു ലൗ ഖലൽ ബലദു മിനൽ ഹിജാം, ഏതെങ്കിലും ഒരു പ്രദേശം ഹിജാമിൽ നിന്ന് ഒഴിവായാൽ, ഹിജാം എന്ന് പറഞ്ഞാൽ കൊമ്പ് വെക്കുന്ന ആ രീതിയിൽ നിന്ന് ഒഴിവായാൽ, തസാറഅൽ ഹലാഖു ഇലൈഹിം, അവിടേക്ക് നാശം വന്ന് പതിക്കും, ആളുകളും മരിച്ചു പോകും, പെട്ടെന്ന് നശിച്ചു പോകും. വഹറജു ബിതഅരീദിഹിം അൻഫുസഹും ലിൽ ഹലാക്, ശരീരങ്ങൾ നാശത്തിന് വിധേയമാകും. ഫഇന്നല്ലദീ അൻസലദ്ദവാ, നിശ്ചയം രോഗത്തെ ഇറക്കിയ പടച്ചതമ്പുരാൻ ആ രോഗത്തിന് മരുന്നും ഇറക്കിയിട്ടുണ്ട്. ആ മരുന്ന് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഫലാ യജൂസു തഅർറുദു ലിൽ ഹലാകി ബിഇഹ്മാലി. അതുകൊണ്ട് ആ വൈദ്യശാസ്ത്ര മേഖലയിലെ ഓരോ കാലഘട്ടത്തെയും വൈദ്യശാസ്ത്ര മേഖല എന്ന് പറയണം. ഓരോ കാലഘട്ടത്തെയും വൈദ്യശാസ്ത്ര മേഖലയെ അവഗണിച്ചുകൊണ്ട് ഒരു വിശ്വാസിക്ക് മുന്നോട്ട് പോകൽ, അതല്ലെങ്കിൽ ഒരു വിശ്വാസി സമൂഹത്തിന് മുന്നോട്ട് പോകൽ അനുവദനീയമല്ല. സമൂഹത്തിൽ അതൊക്കെ പഠിച്ച ആളുകൾ ഉണ്ടായിരിക്കണം എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ. ഇത്തരം വൈജ്ഞാനിക മേഖലകളിലെല്ലാം പ്രാവീണ്യം നേടിയവർ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉണ്ടാവണമെന്നാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്ലാമിക ലോകത്തിന് വലിയ മുന്നേറ്റമുണ്ടായിരുന്ന ഒരു ചരിത്രം, ആ ചരിത്രത്തെ അനുസ്മരിച്ചുകൊണ്ടല്ലാതെ വർത്തമാന കാലഘട്ടത്തിൽ സമൂഹത്തിലുള്ള മുന്നേറ്റത്തെ നമുക്ക് അയവിറക്കുക സാധ്യമല്ല എന്നുള്ളതാണ്. ലോകത്തെ സകല വിജ്ഞാനങ്ങളുടെയും പ്രഭിതാക്കൾ മുസ്ലിങ്ങൾ തന്നെയായിരുന്നു എന്ന് പ്രഗത്ഭരായ പല ചരിത്രകാരന്മാരും അതുപോലെ മഹത്തുക്കളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ വിശ്വചരിത്രാവലോകനത്തിൽ വിശദീകരിക്കുകയാണ്, മറ്റു സംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അറേബ്യയിൽ ശാസ്ത്രാന്വേഷണ ബുദ്ധി വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിന്റെ പ്രഭിതാക്കൾ മുസ്ലിങ്ങളാണെന്ന് പറയാൻ കഴിയുമെന്നാണ് നെഹ്റു പറയുന്നത്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓഫ് യൂറോപ്പ് എന്ന കൃതിയിൽ ജോൺ വില്യം രേഖപ്പെടുത്തുകയാണ്, ഇന്ന് ലോകം അനുഭവിക്കുന്ന എല്ലാ ശാസ്ത്രീയ സുഖങ്ങൾക്കും ലോകം കടപ്പെട്ടിരിക്കുന്നത് മുസ്ലിങ്ങളോടാണ്. ആധുനിക ലോകത്തിന്റെ സൃഷ്ടാക്കളായ ഗലീലിയോ, ക്ലെപ്പർ, അതുപോലെ തന്നെ ബ്രൂണോ, ന്യൂട്ടൻ, ഡാവിഞ്ചി തുടങ്ങിയവരെല്ലാം പ്രചോദനം സ്വീകരിച്ചത് പൂർവികരായ ഇബ്നു സീന, അൽബറൂണി, ഇബ്നു ഖൽദൂൻ, റാസി, ഫാറാബി, ഗസാലി തുടങ്ങിയ മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്നാണെന്ന് ജോൺ വില്യം രേഖപ്പെടുത്തി വെക്കുകയാണ്. സഹോദരങ്ങളെ, ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ തോമസ് അർണോൾഡ് വിശദീകരിച്ചത് ഇബ്നു സീനയുടെ അൽ ഖാനൂൻ ഫി തിബ്ബ് പോലെ വൈദ്യശാസ്ത്ര മേഖലയിൽ ഗവേഷണം നടത്തപ്പെട്ട മറ്റൊരു കൃതിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇൻട്രൊഡക്ഷൻ ടു ദി ഹിസ്റ്ററി ഓഫ് സയൻസ്, ശാസ്ത്ര ചരിത്രത്തിന്റെ ആമുഖം എന്ന് നമുക്ക് പരിഭാഷപ്പെടുത്താവുന്ന ഗ്രന്ഥത്തിൽ ജോർജ് സാൾട്ടൺ എന്ന് പറയുന്ന ഗ്രന്ഥകാരൻ പറയാണ്,
മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ശാസ്ത്ര പ്രതിഭകളെ ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെക്കാൻ കഴിയാത്ത അത്രയുമുണ്ട് എന്നുള്ളതാണ്. ഒരു ഗ്രന്ഥത്തിൽ അവരുടെ പേര് പോലും എഴുതി തീർക്കാൻ കഴിയില്ല. അത്രയും ശാസ്ത്ര പ്രതിഭകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് ശാസ്ത്ര ചരിത്രത്തിന്റെ മുഖവുര എന്ന ഗ്രന്ഥത്തിൽ ജോൾ സാട്ടൻ എന്ന് പറയുന്ന ഗ്രന്ഥകാരൻ രേഖപ്പെടുത്തി വെക്കുകയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഒരു സുവർണകാലം ഇസ്ലാമിക ചരിത്രത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ശാസ്ത്രവിജ്ഞാന മേഖലകളിൽ ഉന്നത സ്ഥാനങ്ങളിൽ മുന്നേറിയ വലിയൊരു ചരിത്രം അതായിരുന്നു മുൻഗാമികളുടെ ചരിത്രമെങ്കിൽ ഇന്ന് ലോകത്ത് മികച്ച 25 സാങ്കേതിക വൈദ്യശാസ്ത്ര സ്ഥാപനങ്ങളുടെ പേരുകൾ നാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ 50 മുസ്ലിം രാജ്യങ്ങളിൽ ഒന്നുപോലും അതിലില്ല എന്നുള്ളതാണ്. ലോകത്തെ മികച്ച ശാസ്ത്ര അതുപോലെ തന്നെ സാങ്കേതിക സ്ഥാപനങ്ങളുടെ പേരുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മുസ്ലിം നാടുകളുടെ പേര് വേണ്ടത്ര നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് നോബൽ പ്രൈസ് എന്ന് പറയുന്നത്. 2016 ഒരു കണക്കനുസരിച്ചുകൊണ്ട് കേവലം 2 കോടിയിൽ താഴെ മാത്രം അംഗസംഖ്യയുള്ള ജൂതന്മാർ വിവിധ മേഖലകളിലായി 180ഓളം നോബൽ സമ്മാനം നേടിയിട്ടുണ്ടെങ്കിൽ 150 കോടി ജനസംഖ്യയുള്ള മുസ്ലിങ്ങൾ 10 താഴെയോ മാത്രം നോബൽ സമ്മാനമാണ് നേടിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് കാണാവുന്നതാണ് നിരീക്ഷിക്കുമ്പോൾ, പഠിക്കുമ്പോൾ. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ പുതിയ സാഹചര്യത്തിൽ ചില മാറ്റങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നതും നാം മറക്കുന്നില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ SSLC +2 ഫലം വന്നപ്പോഴെല്ലാം നല്ല ഒരു ഫലം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മുസ്ലിം വിദ്യാർത്ഥികളിൽ നിന്നുമൊക്കെ പ്രകടമായി എന്നതും നാം വിസ്മരിക്കുന്നില്ല. ധാരാളം, അതല്ലെങ്കിൽ മുഴുവൻ A+ നേടിയ ധാരാളം വിദ്യാർത്ഥികൾ, അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ള ധാരാളം സ്ഥാപനങ്ങളെല്ലാം തന്നെ ഉണ്ടായി. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല. കുറെ A+കൾ നേടി എന്നതുകൊണ്ട് മാത്രം ലക്ഷ്യം പരിമിതമാവരുത് എന്നുള്ളതാണ്. മറിച്ച് ഓരോ കാലഘട്ടത്തിലും നേടേണ്ടുന്ന വിജ്ഞാനങ്ങളുണ്ട്. ഓരോ കാലഘട്ടത്തിലും ജാഗ്രതയോടുകൂടി നേടിയെടുക്കേണ്ടുന്ന, കരുതലോടുകൂടി പഠിക്കേണ്ടുന്ന അറിവുകളുണ്ട്. അത് കരുതലോടുകൂടി തന്നെ പഠിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. അതാണ് ഖുർആന്റെ പ്രയോഗം, നിങ്ങൾ സാധ്യമാവുന്നത്ര ശക്തി സംഭരിക്കണം. ഇന്നത്തെ ശക്തി എന്ന് പറയുന്ന വൈജ്ഞാനികമായ ശക്തിയാണ്. ഇന്നത്തെ ശക്തി എന്ന് പറയുന്ന ഈമാനികമായ ശക്തിയോടൊപ്പം തന്നെ ശാസ്ത്രീയമായ സാങ്കേതികമായ മേഖലയിലുള്ള മികവ് എന്നുള്ളതാണ്. അത് നിങ്ങൾ കൈവരിക്കണം എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. നമ്മുടെ സമൂഹത്തിൽ എല്ലാം പഠിച്ച ആളുകളുണ്ടാവണം. മെഡിസിനും എഞ്ചിനീയറിംഗും എല്ലാം പഠിച്ച ഒരു സമൂഹത്തിലുണ്ടാവണം. വൈദ്യശാസ്ത്ര മേഖലയിൽ നമുക്കറിയാം വലിയ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ചില ആശുപത്രികളെങ്കിലും അറവുശാലകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പണത്തിന് മാത്രം അടിമകളാവാതെ ദൈവബോധമുള്ള, തഖ്വയുള്ള, മനുഷ്യപ്പറ്റുള്ള ഡോക്ടർമാരും അതുപോലെ തന്നെ ആരോഗ്യ വിദഗ്ധരും ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആരോഗ്യ വിദഗ്ധർ അതല്ലെങ്കിൽ വൈദ്യശാസ്ത്രജ്ഞന്മാരെ സമൂഹത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ദീനിയായ ആവശ്യമാണ്. അതാണ് ഇമാം ഗസാലി ഫർള് കിഫായിയാണെന്ന് പറഞ്ഞത്. കാരണം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. തദാവൂ യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കണേ, രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണേ എന്നാ പറഞ്ഞത്. അതല്ലാതെ എന്തെങ്കിലും കൃത്രിമമായിട്ടുള്ള ചപ്പടി വിദ്യകൾ പരീക്ഷിക്കുക എന്നുള്ളതല്ല. മറിച്ച് ശരിയായി ഓരോ കാലഘട്ടത്തിലും മികച്ചു നിൽക്കുന്ന ചികിത്സാ രീതികളെ തന്നെ അവലംബിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഫഇന്നല്ലാഹ അസ്സ വജല്ല ലം യൻസിൽ ദാഅൻ ഇല്ലാ അൻസല മഅഹു ശിഫാ, നിശ്ചയം അല്ലാഹു തആല ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. രോഗമുണ്ടെങ്കിൽ അതിന്റെ കൂടെ അതിൻ്റെതായിട്ടുള്ള ശമനവുമുണ്ട്. അതിന്റെ ശമനം അതല്ലെങ്കിൽ അതിന്റെ മരുന്ന് എന്താണെന്നൊരു പക്ഷേ ചില രോഗങ്ങളുടെ, ഇപ്പൊ കൊറോണ കാലത്ത് നമ്മൾ കൊറോണക്ക് മരുന്നില്ല, ഡയറക്റ്റ് മരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ മരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലും അതിന്റെ മരുന്ന് കണ്ടുപിടിക്കില്ല എന്നല്ല. മറിച്ച് ലോകം അത്തരം കണ്ടുപിടുത്തങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിനും മരുന്നുണ്ട്. ആ മരുന്നുകൾ കണ്ടുപിടിക്കണം എന്ന് ആര് പറഞ്ഞതാ? പ്രവാചകൻ അന്ന് പറയാൻ. പ്രവാചകൻ പറഞ്ഞു,
ഓരോ രോഗത്തിനും മരുന്നുണ്ട്. രോഗമിറക്കിയ പടച്ചതമ്പുരാൻ അതിൻ്റെ ഷിഫാഉം ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഷിഫാഇനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ്. അതുകൂടിയാണ് യഥാർത്ഥത്തിൽ വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത്. അത് പഠിക്കുക എന്ന് പറയുന്നത് ദീനിയായിട്ടുള്ള ഒരു ആവശ്യം കൂടിയായിട്ടാണ് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, രോഗികളെ ചികിത്സിക്കാൻ അറിയുന്നവർ സമൂഹത്തിൽ ഉണ്ടാവണമെന്നാണ് ഈ ഹദീസ് പറയുന്നത്. അതുപോലെ പ്രധാനമാണ് നിയമജ്ഞരായ ആളുകൾ. ഭരണഘടനയോട് മാത്രം കൂറുള്ള വക്കീൽമാര്, ജഡ്ജിമാര് സമൂഹത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ലീഗൽ ആക്ടിവിസം, നിയമപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകൾ. ലീഗൽ ആക്ടിവിസം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾ നിർവഹിക്കേണ്ടുന്ന, നന്മേച്ചുക്കളായ ആളുകൾ നിർവഹിക്കേണ്ടുന്ന ഏറ്റവും വലിയ ധർമ്മസമരമാണ് എന്നുകൂടി നമ്മൾ പറയേണ്ടി വരും. കാരണം നമുക്കറിയാം, നിരപരാധികളായ ഒരുപാട് ആളുകൾ ഇന്ന് ജയിലറകളിലാണ്. 10,000-കണക്കിന് മനുഷ്യർ നിരപരാധികളായിട്ട് ജയിലറകളിൽ കഴിഞ്ഞുകൂടുമ്പോൾ അവർക്കുള്ള വിമോചനത്തിന്റെ വഴിയെന്ന് പറയുന്ന ലീഗൽ ആക്ടിവിസം മാത്രമാണ്. നമ്മുടെ ഭരണഘടനയെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്ന നിയമാനുസൃതമായിട്ടുള്ള നിയമ പോരാട്ടങ്ങളുണ്ടല്ലോ, ഭരണഘടനാപരമായിട്ടുള്ള കോടതീയമായിട്ടുള്ള പോരാട്ടങ്ങളുണ്ടല്ലോ, ആ പോരാട്ടങ്ങളെയാണ് ലീഗൽ ആക്ടിവിസം എന്ന് പറയുന്നത്. ആ ലീഗൽ ആക്ടിവിസം നടത്താൻ പ്രാപ്തിയുള്ള, ശേഷിയുള്ള ജഡ്ജിമാരും വക്കീൽമാരും സമൂഹത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് സാമൂഹ്യമായ ബാധ്യതയാണ്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ചരിത്രം പഠിക്കുന്ന ആളുകൾ, ചരിത്ര ബോധമുള്ള ആളുകൾ സമൂഹത്തിൽ ഉണ്ടാവുക. കാരണം ചരിത്രം തിരുത്തി എഴുതാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കണം. എങ്ങനെയായിരുന്നു വ്യാജന്മാരുടെ പരിണിതി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചരിത്രം പഠിക്കുക എന്ന് പറയുന്നത് ഒരനിവാര്യതയാണ്. ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണ്. ചരിത്രം അറിയണം, ചരിത്രം പഠിക്കണം, ചരിത്രത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ചരിത്ര വിവരണമാണല്ലോ ഖുർആനിന്റെ വലിയൊരു ഭാഗം എന്ന് പറയുന്നത്. ചരിത്രമാണ് ഖുർആൻ പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് പോലും ചരിത്രം തിരുത്തി എഴുതാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, NCERT സിലബസിൽ നിന്ന് മുഗൾ രാജാക്കന്മാരുടെ ചരിത്രം ഇനി പഠിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച ഒരു കാലം കൂടിയാണ്. മുഗളന്മാരുടെ ചരിത്രം വേണ്ടതില്ല എന്ന് തീരുമാനിച്ചതല്ലെങ്കിൽ അത് വെട്ടിമാറ്റിയ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക സമൂഹം ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ നിരവധി പോരാട്ടങ്ങളുണ്ട്. ആ പോരാട്ടങ്ങളുടെ ചരിത്രം കൂടിയാണ് ചരിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് ചരിത്ര പഠനം ഈ കാലഘട്ടത്തിൽ എന്നല്ല, ഏത് കാലഘട്ടത്തിലും വളരെയധികം അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് ചരിത്ര പഠനത്തിന് വലിയ പ്രാധാന്യം നൽകണം. അതും സാമൂഹികമായ ബാധ്യത തന്നെയാണ്. മുസ്ലിം ഭരണാധികാരികൾ ക്ഷേത്രങ്ങൾ പൊളിച്ച് മസ്ജിദുകളാക്കുകയായിരുന്നുവെന്ന തെറ്റായ ചരിത്രം പ്രചരിപ്പിക്കുന്ന കാലമാണ്. ആ ഒരു പ്രചരണത്തിലൂടെയാണല്ലോ ബാബരി മസ്ജിദ് തകർത്തതും ഗ്യാൻവാബി അടക്കമുള്ള മസ്ജിദുകൾ കൈയടക്കാൻ ശ്രമിക്കുന്നതുമെല്ലാം. അതുകൊണ്ട് ശരിയായ ചരിത്രം നമ്മൾ പഠിക്കുകയും സമൂഹത്തെ, വിശേഷിച്ചും വളർന്നു വരുന്ന തലമുറയെ ആ ശരിയായ ചരിത്രം തന്നെ പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് ആവർത്തിച്ചു പറയേണ്ടുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. C.L. റൗസ് എന്ന് പറയുന്ന അമേരിക്കൻ ചരിത്രകാരൻ പറയുന്നുണ്ട്, 1962 അമേരിക്കൻ ജനതയ്ക്ക് നൽകുന്ന ഒരു ഉപദേശം അദ്ദേഹം നൽകുകയാണ്. C.L. റൗസ് എന്ന് പറയുന്ന അമേരിക്കൻ ചരിത്രകാരൻ അമേരിക്കൻ ജനതയ്ക്ക് 1962 ഒരു ഉപദേശം നൽകുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഏതെങ്കിലും ഒരു കാലത്ത് ലോകരാഷ്ട്രങ്ങളെ ഭരിക്കുവാൻ അമേരിക്ക ഉദ്ദേശിക്കുന്നുവെങ്കിൽ അമേരിക്കയിലെ സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും വളരെ പ്രാധാന്യത്തോടുകൂടി ചരിത്രം പഠിപ്പിക്കണം എന്നുള്ളതാണ്. അമേരിക്ക ലോകം ഭരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ C.L. റൗസ് എന്ന് പറയുന്ന ചരിത്രകാരൻ പറയാണ്, അമേരിക്കയിലെ സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും വളരെ പ്രാധാന്യത്തോടുകൂടി ചരിത്രം പഠിപ്പിക്കണം. അതേ കാര്യം തന്നെയാണ് സഹോദരങ്ങളെ ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹവും മനസ്സിലാക്കേണ്ടത്. ഈ സമുദായം ഇനിയും പാർശ്വവൽക്കരിക്കപ്പെടാതിരിക്കണമെങ്കിൽ, സാമ്രാജ്യത്വത്തോട് നെഞ്ചുവിരിച്ച് പോരാടിയ നമ്മുടെ പ്രപിതാക്കൾ വിസ്മൃതിയിലാവാതെ പോകണമെങ്കിൽ
അവർ മറന്നു പോവാതിരിക്കണമെങ്കിൽ താജ്മഹലും കുത്തുബ് മീനാറും ചെങ്കോട്ടയുമടക്കം മുസ്ലിങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചു മരിച്ചുപോയതിന്റെ ചിഹ്നങ്ങൾ തുടച്ചു നീക്കപ്പെടാതിരിക്കണമെങ്കിൽ, ചരിത്രം വികലമാക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ നാം ഒന്നിക്കുകയും ശരിയായ ചരിത്രം എന്താണെന്ന് സമൂഹത്തെ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ചരിത്ര പഠനത്തിലേക്ക് നമ്മുടെ കുട്ടികൾ വളരെ ഗൗരവത്തിൽ ഇറങ്ങേണ്ടുന്ന ഒരു കാലം കൂടിയാണ്. അതുപോലെ പ്രധാനമാണ് അധികാര പങ്കാളിത്തത്തിന്റെ വലിയ മേഖലയായിട്ടുള്ള സിവിൽ സർവീസിലുള്ള മുസ്ലിം പ്രാതിനിധ്യം എന്ന് പറയുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ മുസ്ലിം പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഉണ്ടായി. നമുക്കതിലൊക്കെ പ്രതീക്ഷ അർപ്പിക്കാവുന്നതാണ്. പക്ഷേ പൂർണ്ണമായ സംതൃപ്തി കൈകൊള്ളാവുന്ന ഒരു അവസ്ഥയിലേക്ക് സമുദായം എത്തിയിട്ടില്ല. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നമുക്കറിയാം, സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ കളക്ടർമാരെയും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിമാരെയും അംബാസഡർമാരെയും വാർത്തെടുക്കുന്ന ഈ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് മുസ്ലിം വിദ്യാർത്ഥികൾ അപേക്ഷിക്കാൻ തുടങ്ങിയത് തന്നെ സ്വാതന്ത്ര്യം ലഭിച്ച് 25 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് എന്ന് ഒരിടത്ത് വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അതിന്റെ മുമ്പ് ഒറ്റപ്പെട്ട ചിലരൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടാവും, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഗൗരവത്തിൽ മുസ്ലിം വിദ്യാർത്ഥികൾ അപേക്ഷിക്കാൻ തുടങ്ങിയത് എത്രയോ കാലങ്ങൾ കഴിഞ്ഞാണ്. സിവിൽ സർവീസ് എന്ന നിലയിൽ, സിവിൽ സർവൻസ് എന്ന നിലയിൽ, പെർമനന്റ് എക്സിക്യൂട്ടീവ്സ് എന്ന നിലയിൽ മുസ്ലിം പ്രാതിനിധ്യം അങ്ങേയറ്റം ദയനീയമാണെന്ന് വ്യക്തമാക്കുന്ന സച്ചാർ റിപ്പോർട്ടെല്ലാം നമ്മുടെ മുമ്പിലുള്ളതാണ്. 2006 രജീന്ദ്രൻ സച്ചാർ ചെയർപേഴ്സണായിട്ടുള്ള അധ്യക്ഷനായിട്ടുള്ള റിപ്പോർട്ട് വന്നത്. നമുക്കറിയാം, അന്ന് ആ റിപ്പോർട്ടിൽ പറഞ്ഞു 2006 19 കൊല്ലം മുമ്പാണ്. IAS മുസ്ലിം പ്രാതിനിധ്യം 3%, IFS 1.8%, IPS 4%, റിപ്പോർട്ട് പറഞ്ഞത്. 19 കൊല്ലം കഴിയുമ്പോ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. ചില പുരോഗതികളൊക്കെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും വിപ്ലവകരമായ പ്രാതിനിധ്യമൊന്നും സമൂഹത്തിൽ, ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല എന്നത് അതിനെ സംബന്ധിച്ചറിയുന്ന പഠിച്ച ആളുകൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അമിതമായ സാമുദായികത കൊണ്ടല്ല നമ്മൾ ഈ കാര്യങ്ങളൊന്നും പറയുന്നത്. പക്ഷേ ഒരു സമുദായം എന്ന് മാത്രമല്ല, എല്ലാ സമുദായങ്ങളും ഉദ്യോഗ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ അവർക്ക് അർഹമായ പ്രാതിനിധ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഒരു നാട് ജനാധിപത്യപരമായിട്ട് എത്രത്തോളം ഉയർന്നു നിൽക്കുന്നു എന്ന് നമ്മൾ വിലയിരുത്തേണ്ടത് ആ നാട്ടിലെ വിവിധ വിഭാഗങ്ങൾ, വിശേഷിച്ചും പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ എത്രത്തോളം അധികാര പങ്കാളിത്തത്തിൽ പ്രാതിനിധ്യം വഹിക്കുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അങ്ങനെ നോക്കുമ്പോൾ അവിടെയെല്ലാം അർഹമായിട്ടുള്ള പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ എല്ലാ സമുദായങ്ങൾക്കും സാധിക്കുമ്പോഴാണ്, ആ ഒരു സന്തുലിതത്വം, ബാലൻസിംഗ് ഉണ്ടാവുമ്പോഴാണ് ഭരണഘടനാപരമായിട്ടുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം കുറവാണ് എന്ന് പറയുന്നത് ഒരു സാമുദായികമായ വികാരത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല, മറിച്ച് അതൊരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു ആവശ്യം കൂടിയാണ്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് അഭിമുഖീകരിക്കുന്ന അപരവൽക്കരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയൊരു മാർഗവും ഈ പ്രാതിനിധ്യം തന്നെയാണ്. സൈന്യത്തിലുള്ള പ്രാതിനിധ്യവും വളരെ പ്രാധാന്യമുള്ളതാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം, ഇങ്ങനെ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന വലിയൊരു ഓപ്പറേഷന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സൈന്യം, നമ്മുടെ പട്ടാളക്കാര് നേതൃത്വം നൽകിയപ്പോൾ നമ്മുടെ രാജ്യം മൊത്തത്തിൽ അഭിമാനിക്കുകയാണ്, നമ്മളെല്ലാവരും അഭിമാനിക്കുകയാണ്. പക്ഷേ നമുക്ക് അഭിമാനിക്കാൻ ഇരട്ടി മധുരമുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ആ ഓപ്പറേഷന് നേതൃത്വം കൊടുത്ത ഒരു സഹോദരി സോഫിയ ഖുറൈഷി എന്ന് പറയുന്ന ആ ഒരു സഹോദരി, അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അതിനെ നയിച്ച 3 പേരിൽ ഒരാൾ അവരായിരുന്നു എന്നുള്ളതാണ്. ആ പേര് കൊണ്ട് തന്നെ നമുക്ക് ഈ കാലഘട്ടത്തിൽ വിശേഷിച്ചും അഭിമാനിക്കാൻ കഴിയുന്നുവെങ്കിൽ, അവരെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളമായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നുവെങ്കിൽ, സമൂഹം മാർജിനൈസ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും
എല്ലാ അർത്ഥത്തിലുള്ള പ്രാതിനിധ്യവും സൈന്യത്തിലടക്കം മാർജിനൈസ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, അർഹമായ പ്രാതിനിധ്യം എല്ലാ മേഖലയിലും ഉറപ്പുവരുത്താൻ അത് മറ്റാരെങ്കിലും നമുക്ക് ചെയ്തു തരും എന്ന് മനസ്സിലാക്കുക എന്നതിനപ്പുറത്ത് ഓരോ സമുദായത്തിനകത്തും അതിന് ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും പഠിക്കണം എന്നുള്ളതാണ്. എല്ലാ വിജ്ഞാനവും അൽ ഹിക്മത്തു ദ്വാല്ലത്തുൽ മുഅ്മിൻ എന്നുള്ളതാണ്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസിക്ക് നഷ്ടപ്പെട്ടു പോയ ധനമാണ്. എവിടെയോ നഷ്ടപ്പെട്ടു പോയ ധനം. അതുകൊണ്ട് അത് കിട്ടിയാൽ ഉടനെ അതിൻ്റെ സ്വത്താണ്, എന്നിൽ നിന്നത് വീണുപോയതാണ് എന്ന ബോധത്തോടുകൂടി അത് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. അത് ഇന്ന അറിവ് എന്നില്ല, പക്ഷേ അറിവിലൂടെ അള്ളാഹുവിനെ ഭയപ്പെടാനുള്ള പ്രാപ്തി നേടിയെടുക്കണം. പടച്ചോനെ പേടിക്കാതെ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. അതാ ഖുർആൻ പറഞ്ഞത്. എന്താണ് അറിവ് എന്ന് അള്ളാഹു പറയാൻ. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹാ. നിങ്ങൾ കാണുന്നില്ലേ, നിശ്ചയം അല്ലാഹു തആല ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചു. ആ മഴയിലൂടെ വ്യത്യസ്തങ്ങളായ കായ്ക്കനികളെ ഉൽപ്പാദിപ്പിച്ചു. വമിനൽ ജിബാലി ജുദദും ബീലും വഹുംറുൻ മുഖ്തലിഫൻ അൽവാനുഹാ. നിങ്ങൾ പർവ്വതങ്ങളിലൂടെ നടക്കുമ്പോൾ അവിടെ വ്യത്യസ്തങ്ങളായ വഴികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. വ്യത്യസ്തങ്ങളായ പാറകൾ, വെളുത്ത പാറകളുണ്ട്, ചുവന്ന പാറകളുണ്ട്, വിവിധ വർണ്ണങ്ങളിലുള്ള പാറകളുണ്ട്. വഗറാബീബ് സൂദ്, കാക്കയെ പോലെ കറുത്ത പാറകളുണ്ട്. കാക്കയെ പോലെ കറുത്ത പാറകളും വെളുത്ത പാറകളും ചുവന്ന പാറകളുമെല്ലാം നിങ്ങൾക്ക് പർവ്വതങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. വമിനന്നാസി വദ്ദവാബി വൽ അൻആമി മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക്. അതുപോലെ മനുഷ്യരിലും മൃഗങ്ങളിലുമെല്ലാം ഈ നിറവൈവിധ്യങ്ങൾ, ചുവപ്പും കറുപ്പും വെളുപ്പുമെല്ലാമായുള്ള ഈ നിറവൈവിധ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതിനുശേഷം അല്ലാഹു പറയാൻ, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. നിശ്ചയം അല്ലാഹുവിന്റെ ദാസന്മാരിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് അറിവുള്ളവർ മാത്രമാണ്. അള്ളാഹുവിന്റെ ഈ ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ഈ പർവ്വതങ്ങളിൽ കാണുന്ന പാറകളുണ്ടല്ലോ, ആ പാറകളിലെ നിറവൈവിധ്യങ്ങൾ, മനുഷ്യരിലെ വ്യത്യാസങ്ങൾ, മൃഗങ്ങളിലെ വ്യത്യാസങ്ങൾ, ഈ വ്യത്യാസങ്ങളിലേക്കെല്ലാം നോക്കിക്കൊണ്ട് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലാ, പടച്ചതമ്പുരാനെ നീ ഇതൊന്നും വൃഥാ സൃഷ്ടിച്ചതല്ലല്ലോ എന്ന അത്ഭുതം കൂറുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇന്ന ഫീ ഖൽഖി സമാവാതി ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇതിലൂടെയൊക്കെ അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നുവെങ്കിൽ അയാളാണ് അള്ളാഹുവിനെ അറിഞ്ഞവൻ. അയാളാണ് അള്ളാഹുവിനെ അറിഞ്ഞവൻ. അയാൾ അള്ളാഹുവിനെ ഭയപ്പെടുമെന്നാണ്, അയാളാണ് ആലിമെന്ന് പറയുന്നത്. അയാൾ ഒരു പക്ഷേ പഠിക്കുന്ന ചരിത്രമായിരിക്കാം, ഭൗതിക ശാസ്ത്രമായിരിക്കാം, രസതന്ത്രമായിരിക്കാം, ജീവശാസ്ത്രമായിരിക്കാം, അതിൽ തന്നെ സസ്യശാസ്ത്രമോ ജന്തുശാസ്ത്രമോ അതല്ലെങ്കിൽ അതിന്റെ വ്യത്യസ്തങ്ങളായ ശാഖകളോ ഉപശാഖകളോ ഒക്കെ ആയിരിക്കാം. പക്ഷേ അതിലൂടെ അള്ളാഹുവിലേക്ക് എത്തുന്നുവെങ്കിൽ, അള്ളാഹുവിനെ ഭയപ്പെടാൻ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കാൻ ഒരാൾക്ക് കഴിയുന്നുവെങ്കിൽ അയാൾ ആലിമാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ് അനുസരിച്ച്. അതേസമയം തന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, ദൈവശാസ്ത്രപരമായ കർമ്മശാസ്ത്രപരമായ തികച്ചും മതപരം എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതും പഠിക്കണം. അതിന്റെ അടിസ്ഥാനങ്ങൾ പഠിക്കണം. അത് നിർബന്ധമാണ്. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. വിജ്ഞാനം അന്വേഷിക്കൽ ഓരോ മുസ്ലിം സ്ത്രീയുടെയും പുരുഷന്റെയും നിർബന്ധ ബാധ്യതയാണ്. അതിന്റെ അടിസ്ഥാനങ്ങൾ പഠിച്ചിരിക്കുക. എല്ലാവർക്കും അത് മുഴുവനായും എല്ലാവർക്കും മതവിജ്ഞാന മേഖലയിൽ സമ്പൂർണമായ ഒരു ആലിമായി, അതല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച ഒരു ആലിമായി മാറാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷെ അടിസ്ഥാന കാര്യങ്ങളെല്ലാം പഠിച്ചിരിക്കണം. അങ്ങനെയുള്ള ശർഈ വിജ്ഞാനങ്ങൾ, അടിസ്ഥാന കാര്യങ്ങൾ എല്ലാവരും പഠിക്കണം എന്നതോടൊപ്പം തന്നെ ശർഈ വിജ്ഞാനങ്ങളിൽ അവഗാഹമുള്ള പണ്ഡിതന്മാരും സമൂഹത്തിൽ ഉണ്ടാവണം എന്നും ഖുർആൻ പറഞ്ഞു. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിറഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. എന്തുകൊണ്ട് അവരിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ ദീൻ ആഴത്തിൽ പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടില്ല? അവരുടെ ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ. എന്തുകൊണ്ട്? ഒരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ പോലും എല്ലാവരും അങ്ങ് പുറപ്പെടരുത്. കുറച്ചാളുകൾ ദീൻ പഠിക്കാൻ വേണ്ടി പ്രത്യേക ശ്രദ്ധയോടുകൂടി നിൽക്കണമെന്ന് ഖുർആൻ പറയാൻ. ദീൻ പഠിക്കാൻ, ദീൻ ആഴത്തിൽ പഠിക്കാൻ. എന്തുകൊണ്ട് ഒരു വിഭാഗം ബാക്കിയായില്ല?
എന്തുകൊണ്ട് ഒരു വിഭാഗം ദീൻ പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടില്ല എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് സഹോദരങ്ങളെ. അപ്പൊ ദീൻ അങ്ങനെ ആഴത്തിൽ പഠിച്ച കുറച്ചാളുകൾ അവരും സമൂഹത്തിൽ ഉണ്ടാവുക. മതവിജ്ഞാനങ്ങളും അതുപോലെ തന്നെ ശാസ്ത്രവിജ്ഞാനങ്ങളും ചരിത്ര വിജ്ഞാനങ്ങളും എല്ലാറ്റിനെയും പ്രോത്സാഹിപ്പിക്കുകയാണ് ഇസ്ലാം. വിജ്ഞാനോൽപാദനത്തിൽ നമ്മുടെ മുൻഗാമികൾ സജീവമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സ്പെയിനിനെ സംബന്ധിച്ച് അഭിമാനപൂർവ്വം പറയുന്നത്, സംസ്കാരങ്ങളുടെ നാഗരികതകളുടെ നായകത്വ പദവിയുള്ള രാഷ്ട്രമായിരുന്നു സ്പെയിൻ എന്ന് പറയുന്ന രാഷ്ട്രം. സഹോദരങ്ങളെ, ആ സ്പെയിൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ട അറിവുകൾ ഇംഗ്ലീഷിലേക്കും ഫ്രഞ്ചിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടപ്പോഴാണ് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ യൂറോപ്പിൽ നവോത്ഥാനമുണ്ടായത്. അറബിയിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്തുകൊണ്ട് യൂറോപ്യന്മാർ അവരുടേതായി, പാശ്ചാത്യർ അവരുടേതായി ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു നവോത്ഥാനത്തിന്റെ നായകന്മാരും മുന്നണി പോരാളികളുമായിട്ട് സ്വയം അവർ അവതരിപ്പിച്ചത് എന്നുള്ളതാണ് സഹോദരങ്ങളെ. അല്ലാമ ഇഖ്ബാൽ ഒരിടത്ത് പറയുന്നുണ്ട്, തന്റെ പൂർവ്വപിതാക്കൾ രചിച്ച പുസ്തകങ്ങൾ യൂറോപ്പിൽ കണ്ടപ്പോൾ തന്റെ ഹൃദയം 30 കഷ്ണമായി മാറി. തന്റെ പൂർവ്വപിതാക്കൾ രചിച്ച പുസ്തകങ്ങൾ ഞാൻ യൂറോപ്പിൽ കണ്ടപ്പോ എന്റെ ഹൃദയം 30 കഷ്ണമായി മാറി എന്ന് അല്ലാമ ഇഖ്ബാൽ ഒരിടത്ത് പറയുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് അറിവ് എന്ന് പറയുന്നത് വിശ്വാസിക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ ധനമാണ് എന്ന ബോധ്യത്തോടു കൂടി അറിവിനെ സമീപിക്കണം. കൃത്യമായിട്ട് അറിവിനോട് താല്പര്യമുള്ള ഒരു ജനതയായി, അതുപോലെ തന്നെ അറിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനതയായി മാറണം. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖഹു ഇലൽ ജന്ന. വിജ്ഞാനത്തിന്റെ വഴിയിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള അയാളുടെ പ്രയാണം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അറിവിന്റെ വഴിയിൽ കൂടുതൽ സജീവമായി ഇഖ്ലാസോടുകൂടി പണിയെടുക്കുവാൻ നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, 26 നിരപരാധികളായ മനുഷ്യരെ കൊലപ്പെടുത്തിയ ഭീകരതയ്ക്കെതിരെ വളരെ ശക്തമായ മറുപടിയാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം നൽകിയിട്ടുള്ളത്. ഈ ഒരു മറുപടി ഒരു അനിവാര്യതയായിരുന്നു. ഒരാവശ്യമോ ഒരു അത്യാവശ്യമോ എന്നതിനപ്പുറത്ത് ഒരു അനിവാര്യത എന്ന് തന്നെയാണ് അതിനെ സംബന്ധിച്ച് പറയേണ്ടത്. തീർച്ചയായിട്ടും അത് വേണ്ടത് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അതിലൂടെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് യഥാർത്ഥത്തിൽ പൈശാചിക ശക്തികൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഏറ്റവും വലിയ മുന്നറിയിപ്പ് എന്ന് ചോദിച്ചാൽ, മതപരമായിട്ട് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകിയവരും അതിൽ പങ്കാളി ആയവരുമായ മുഴുവൻ സൈനികർക്കും ഒരു ബിഗ് സല്യൂട്ട് ഈ ഖുതുബയിൽ വെച്ചുകൊണ്ടും ഈ മിമ്പറിൽ വെച്ചുകൊണ്ടും നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിർത്തിയിൽ സംഘർഷം നീണ്ടുപോവാൻ പാടില്ലെന്ന പ്രാർത്ഥന കൂടിയാണ് നമുക്ക് നടത്താനുള്ളത്. അല്ലാഹു തആല നമ്മുടെ അതിർത്തി പ്രദേശങ്ങളെ മുഴുവൻ ശാന്തവും നിർഭയത്വവുമുള്ള പ്രദേശങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അവിടുത്തെ സ്ത്രീകളെയും അവിടുത്തെ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ മുതിർന്ന സഹോദരി സഹോദരന്മാരെയും എല്ലാം അല്ലാഹു തആല രക്ഷപ്പെടുത്തുമാറാവട്ടെ. സംഘർഷങ്ങളിൽ നിന്ന് എല്ലാം മുക്തമായി ശാന്തമായ സമാധാനപരമായ ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു പോവാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.